ദസീലി മരിച്ചു. മെയ് 9 വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക്. ചെറിയൊരു ഞെട്ടലോടെയാണ് ഞാൻ ആ വാർത്ത ഉൾക്കൊണ്ടത്. ബത്തലതലയിൽ വന്ന കാലം മുതൽ ഞാൻ അദ്ദേഹത്തെ അറിയും. മെലിഞ്ഞുണങ്ങിയ അദ്ദേഹം, അങ്കിലിമാസുവ പള്ളിയിലെ പ്രധാന വ്യക്തിത്വങ്ങളിലൊന്ന്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന പ്രകൃതി. അദ്ദേഹത്തിന്റെ അപ്പനും പെങ്ങളും അങ്ങനെ തന്നെ. പുതിയ പള്ളി നിർമ്മാണത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു ഇവർ 3 പേരും. കാർപ്പന്ററായിരുന്ന അപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യത്തെ പള്ളി നിർമ്മാണം. നിർഭാഗ്യവശാൽ അത് സൈക്ലോണിൽ തകർന്നുപോയി. ദൈവാനുഗ്രഹത്താൽ വീണ്ടും ഞങ്ങൾ മറ്റൊന്ന് പണിതുയർത്തി. 2025 ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ ഒരു ദുഃഖ സംഭവം ഉണ്ടായി. അടുത്ത ഓഗസ്റ്റ് മാസം നടക്കാനിരിക്കുന്ന പള്ളി വെഞ്ചരിപ്പിന് കാത്തു നിൽക്കാതെ തനിക്കായി യേശുനാഥൻ പണിതുയർത്തിയ ഭവനം തേടി ആ കാരണവർ നിത്യയാത്ര പറഞ്ഞുപോയി. അദ്ദേഹത്തോടൊപ്പം ഒരു എഞ്ചിനീയർ എന്ന വണ്ണം പള്ളിപ്പണിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ മകൻ ദസീലി ആയിരുന്നു. മെലിഞ്ഞതാണെങ്കിലും എപ്പോഴും പാൻസിനുള്ളിൽ ഷർട്ട് ഇൻസർട്ട് ചെയ്താണ് അദ്ദേഹം വരിക. നല്ല നർമ്മ ഭാവനയുള്ള മനുഷ്യൻ. ഇതാ ഇപ്പോൾ അദ്ദേഹവും മറ്റൊരു വിടവുണ്ടാക്കി തന്റെ സ്വർഗീയ ഭവനം തേടി കടന്നുപോയിരിക്കുന്നു. ഞായറാഴ്ച നല്ലയിടയന്റെ തിരുനാളിൽ 2 ഗ്രാമങ്ങളിൽ കുർബാനയുണ്ടായിരുന്നു. മസ്കാപ്പി പള്ളിയിൽ ഞങ്ങളുടെ ഗ്രാമപള്ളികളിൽ നിന്നും 84 അൾത്താര ശുശ്രൂഷകരെ സമ്മേളിച്ച അവസരം. സുഖമില്ലാതിരുന്നിട്ടുകൂടി ഉച്ചതിരിഞ്ഞ് ദസീലിയുടെ സംസ്കാര കുർബാനയ്ക്ക് ഞാൻ സമ്മതിച്ചു. അദ്ദേഹം പള്ളിക്ക് വേണ്ടി നല്ലയിടയന്റെ റോൾ ഏറ്റെടുത്തയാളാണ്. മരിച്ചതിന്റെ തലേ ദിവസം അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പള്ളിയുടെ ചെറുപണികൾ പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിനെ കാത്തിരിക്കുകയാണ്. അസുഖം മാറി വേഗം വന്നേക്കണം. അദ്ദേഹം അത് സമ്മതിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പള്ളിയിലെത്തി നിശ്ചലനായി കിടന്ന് എല്ലാവരോടും അവസാന വെലൂമ വിട പറയാനായി. അദ്ദേഹത്തോടുള്ള ഞങ്ങളുടെ ആദരവിന്റെ അടയാളമായി പുതിയ ആൾത്താരിക്ക് സമീപം തന്റെ പ്രിയപ്പെട്ടവരോടും താൻ കൂടി പണിതുയർത്തിയ ദേവാലയത്തോടും അവസാന യാത്ര പറയുവാൻ അദ്ദേഹത്തിന് ഞങ്ങൾ വേദിയൊരുക്കി. ശവസംസ്കാര കർമ്മങ്ങളുടെ ഭാഗമായുള്ള വിശുദ്ധ കുർബാന ഞങ്ങൾ വെഞ്ചരിപ്പിന് കാത്തിരിക്കുന്ന പുതിയ പള്ളിയിൽ വെച്ചാണ് നടത്തിയത്. അദ്ദേഹത്തെ തന്റെ അപ്പന്റെ കുഴിമാടത്തിന് അരികിൽ തന്നെയാണ് സംസ്കരിച്ചത്. മുൻപ് മരിച്ചടക്കപ്പെട്ട അവരുടെ അമ്മയുടെ ഭൗതികാവശിഷ്ടങ്ങളും തങ്ങളുടെ അരികിൽ അടക്കപ്പെടുവാൻ ബന്ധുക്കൾ എടുത്തുകൊണ്ടുവന്നു. അവർ ഒരു കുടുംബമായി ഇവിടെ അന്തി ഉറങ്ങുന്നു. നല്ല ഇടയൻ തന്നെ പിന്തുടരുന്നവർക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ചവനാണ്. അങ്കിലിമാസുവ ഗ്രാമത്തിൽ കുഞ്ഞാടായും ഇടയനായും തങ്ങളുടെ ജീവിതം പൂർത്തിയാക്കിയ ഈ അപ്പനും മകനും വഴിതെറ്റാതെ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവനും നല്ല ഇടയൻ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.